ഒരു ബിഗ് ഡേ ആണെന്ന്. അമ്മ യോനെ നോക്കണ കണ്ട യോനെ ഇതാണ് ബിഹൈൻഡ് ദ സീൻ. പുറത്ത് കാണുന്നതാണ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സെലിബ്രേറ്റ് ചെയ്തി അങ്ങനെ ഞങ്ങളുടെ രണ്ടാം ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റിലാണ് ഞങ്ങളുടെ താമസിക്കുന്ന ഹോട്ടലിനെ. ഈ ഹോട്ടൽ വളരെ മനോഹരമാണ് കേട്ടോ കാണാൻ വേണ്ടി. ഒരു ദിവസം ഞങ്ങൾ ഈ ഹോട്ടൽ മാത്രമായിട്ട് എല്ലാം ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഭയങ്കര ഒരു ആംബിയൻസാണ്. ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു ഷെഡ്യൂളുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പം ആ കാഴ്ചയിലേക്ക് പോകും. ടർക്കിയിലെത്തിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ട്രാം കയറണം. ഞങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ ട്രാമിൽ കയറണമെങ്കിൽ ട്രാം കാർഡ് വേണം. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഒന്നും അറിയത്തില്ല. ഞങ്ങളിങ്ങനെ ഇവരുടെ ലാംഗ്വേജസ് എങ്ങനെ ചേഞ്ച് ആക്കണമെന്നും ഈ സിസ്റ്റം ആ ഒരു ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ തപ്പി തടഞ്ഞ് നിൽക്കുമ്പോഴൊക്കെയാണ് ഒരു പാവം അപ്പൂപ്പ വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഹസ്ബൻഡിന് പറഞ്ഞു കൊടുക്കുവാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് റീചാർജ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ആൾ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്ക് ട്രാം കാർഡ് കിട്ടി. ഞങ്ങൾ ട്രാമിൽ പോവുകയാണ്. ആ കാഴ്ചയാണ് കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് ട്രാമിൽ കയറുന്നത്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. ഒരു അപ്പാപ്പ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ തുർക്കിയിലെ പ്രശസ്തമായ ട്രാമിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഞങ്ങൾ ട്രാം എത്തി ഇവിടെ. Careful. They will stop and they will open the door, then we can go in there, okay? Yeah, now it will open, so you can now enter. Wait. Aiva. Okay, go, Ma. Oh. Ma. എടുത്തിട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ട്രാവൽ കയറിയത്. Ivanika. ഞങ്ങളിപ്പോ കരാക്കോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി കണ്ണ ഇന്ന് എന്താണ് കണ്ണിന്റെ ഫോട്ടോഷൂട്ടാണോ? പറയട്ടെ ഞാൻ ഇത് ആക്ച്വലി ഇന്ന് നമ്മൾ പോകുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതുവരെയും ജീവിതത്തില് അനുഭവിക്കാത്ത അങ്ങനത്തെ വസ്ത്രം ഇടാൻ പറ്റുമെന്ന് പോലും പ്രതീക്ഷിക്കാത്ത ഒരു ബിഗ് ഡേ ആണിന്ന്. മോസ്റ്റ് എവൈറ്റഡ് ഡേ ഇന്ന്. റെയിനൊക്കെ കാരണം എത്രമാത്രം നടക്കുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ എടുക്കുന്ന ആള് പറഞ്ഞാൽ ഞങ്ങൾ മഴയത്ത് വരെ ഇങ്ങനത്തെ ഞങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് ഗൈ. ദാറ്റ് ഗൈ വിൽ കം ആൻഡ് പിക്ക് us. Then we will go to the location. ടർക്കിയിലെ ഒരു പ്രശസ്തമായ സ്ഥലമാണ് ഗലാട്ട ടവർ എന്ന് പറയുന്നത്. അപ്പോൾ ഗലാട്ട ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു റൂഫ് ടോപ്പിലാണ് ഫോട്ടോഷൂട്ട് നടക്കുന്നത്. ഞങ്ങളെ മോളെയും ഞങ്ങളെയും പിക്ക് ചെയ്യാൻ നിൽക്കുന്നത് ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫറിൻ്റെ പേര് മിസ്റ്റർ കെനാൻ എന്നാണ്. അപ്പോൾ ഞാനും പുള്ളിക്കാരനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അയാൾ നേരത്തെ കഴിഞ്ഞ ദിവസം എടുത്ത പ്രീവിയസ് ഷൂട്ട്സൊക്കെ കാണിച്ചു തന്നു ഞങ്ങളുടെ മൊബൈലിൽ. കുറേ കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. പാവം ഹസ്ബൻഡ് കുഞ്ഞുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഞാൻ ആ പുള്ളിക്കാരനുമായിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ മോളും എൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ മുന്നേറായിട്ട് അങ്ങനെ നടന്നു പോയി. കുറേ നടക്കണമായിരുന്നു. എൻ്റെ ദൈവമേ, നടന്ന് തന്നെ അവിടെ എത്തിയപ്പോൾ ഒരു ഹൈ ഏരിയ ആയിരുന്നു. അതും താണ്ടി കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളവിടെ എത്തിപ്പെട്ട് ഭയങ്കര ഒരു കുന്നിന് മുകളിലാണ് ഇരിക്കുന്നത്. പിന്നെ കയറി വരാനായിട്ട് ഇതാ കാണുന്നതാണ് അവിടുത്തെ ഫോട്ടോഷൂട്ട്സിൻ്റെ ഡ്രസ്സെന്ന് പറയുന്നത്. ഒരുപാട് കളക്ഷൻസ് ആയിരുന്നു. ആക്ച്വലി ഞാനെടുത്ത പ്ലെയിൻ സാറ്റേൺ മോഡലിലെ ഡ്രസ്സസൊക്കെ നമുക്ക് ഈ ഒരു ഫോട്ടോഷൂട്ട്സിൽ പാക്കേജ് കവർ ചെയ്ത് വരും. ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ്സ് വരുന്നത്, ഈ ഫെദർ കട്ട്സ്, അല്ലെങ്കിൽ ആ ഒരു കുറച്ചുകൂടെ ഭംഗി വരുന്ന ഡ്രസ്സസിനൊക്കെ നമ്മൾ കുറച്ചുകൂടെ കാശ് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു. അതിന് എക്സ്ട്രാ $US നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം പേയ്മെൻ്റ് എല്ലാം ചെയ്യുന്നത് $US അപ്പോൾ ഞാൻ പറഞ്ഞേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതിൻ്റെ കൂടെ കവർ ചെയ്യുന്നത് മതി. ഇത് ഇൻഡോർ ഷൂട്ട്സ് നടക്കുന്നതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ ഈ മിസ്റ്റർ കെനാൻ എന്ന് പറയുന്ന ആൾ മാത്രമല്ല ഫോട്ടോഗ്രാഫറായിട്ടുള്ളത്. പല ആൾക്കാരും, പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട് ഫോട്ടോഗ്രാഫറൊക്കെ. ഞാൻ ചൂസ് ചെയ്തതാണ് മിസ്റ്റർ കെനാൻ എന്ന ആളിനെ.
അങ്ങനെ ഇവിടെ കുറേ ആൾക്കാർ വരുന്നു, അവർ ഡ്രസ്സൊക്കെ ചെക്ക് ചെയ്യുന്നു ഒക്കെയാണ്. ഞാൻ ആ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് കണ്ണാടി നോക്കുവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കുവാണ് ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ. ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സൊക്കെ ഇടുന്നത്. എനിക്ക് ഭയങ്കര എന്താ പറയുക, എങ്ങനെ വരും ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെ ഇതാണ് നമ്മളുടെ ഔട്ട്ഡോർ ഏരിയ. ഔട്ട്ഡോർ ഏരിയയുടെ നേരെ ബാക്ക് സൈഡ് കാണുന്നത് നമ്മളെ ബോസ്ഫറസ് റിവറാണ്. അപ്പോൾ അതിലൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലാനിങ് ഒക്കെ ഇങ്ങനെ കുഷ്യൻസ് വയ്ക്കണം. നമുക്ക് പല ഷൂട്ട്സിനും പല രീതിയിൽ അവരിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ ഷൂട്ട്സിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷനല്ല, ആ ഏരിയയൊക്കെ ഒന്ന് നല്ലതായിട്ട് ആക്കുവാണ് ആൾ. ഫോട്ടോഗ്രാഫർ തന്നെയാണ്, ഹെൽപ്പ് ചെയ്യാൻ 1-2 ആൾക്കാരുണ്ട്. ഇതാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ. ആ റൂഫ് ടോപ്പിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ആക്ച്വലി മോള് തണുപ്പൊക്കെ കൊണ്ടിട്ട് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഗലാട്ട ടവർ. ആക്ച്വലി ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പണി നടക്കുന്നതിന് മുൻപ് നമുക്കിതിൻ്റെ അകത്ത് പ്രവേശനമുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഗലാട്ട ടവറിൻ്റെ ഉള്ളൊന്നും കാണാൻ പറ്റിയില്ല. ആക്ച്വലി ഇറ്റ്സ് വർക്ക് പ്രോഗ്രസ് ആയിരുന്നു. വേറെ കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ട്സിന് വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ടതാണ്. ഇവിടെ ഫോട്ടോഷൂട്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേരുടെ അവരവരുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സിലും വ്യത്യസ്തമായ ഫോട്ടോഗ്രാഫറിൻ്റെ അണ്ടറിൽ ഫോട്ടോഷൂട്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ കണ്ടിട്ട് ദൈവമേ ഇതിൻ്റെ അകത്തിരിക്കുമ്പം ഈ വല്ല ഒടിഞ്ഞ് വീഴുമെന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ ചേച്ചിയായിരുന്നു എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത്. എൻ്റെ ഡ്രസ്സ് എനിക്ക് കറക്റ്റ് ഇതിലിട്ട് തരാനും ഡ്രസ്സിങ്ങനെ ആക്ച്വലി ഇറ്റ്സ് എ ലോങ് ഡ്രസ്സ്, അതാണ് ഇതിൻ്റെ പേര്, ഫ്ലൈയിങ് ഡ്രസ്സ് എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഫ്ലൈയിങ് ഡ്രസ്സ് എനിക്ക് നല്ലവണ്ണം ഷേക്ക് ചെയ്ത് നല്ലവണ്ണം ആ ഒരു ഇതിൽ വരാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് ചേച്ചിയായിരുന്നു. ഈ പുള്ളിക്കാരത്തിയായിരുന്നു. ആക്ച്വലി ഷീസ് ഫ്രം നേപ്പാളെന്ന് തോന്നും. ആക്ച്വലി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഏരിയ, നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഫസ്റ്റ് ഏരിയ, റൂഫ് ടോപ്പ് ഏരിയ. അപ്പം ഈ ഏരിയയിൽ നിൽക്കുമ്പോൾ നേരെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ വ്യൂ കിട്ടുന്നത് ബോസ്ഫറസ് റിവറാണ്. മിസ്റ്റർ കെനാൻ എനിക്ക് ഫോട്ടോ പോസൊക്കെ പറഞ്ഞു തരുവാണ്. ഇച്ചിരി ഒരു ചൂടനാ. എനിക്ക് ആദ്യം പറഞ്ഞതൊന്നും തിരിഞ്ഞില്ലായിരുന്നു. പിന്നെ ഞാൻ കയ്യിൽ നിന്നിട്ടൊക്കെ കുറേയൊക്കെ ചെയ്തു. ആളെന്തൊക്കെയോ പറഞ്ഞു, ഞാൻ കുറേയൊക്കെ കയ്യിൽ നിന്നിട്ട് ചെയ്തു. എനിക്ക് ആദ്യം മനസ്സിലായത് ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ പോകാനായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലായത് അതല്ല ഉദ്ദേശിച്ചത്, ഓടാനാണ് ഉദ്ദേശിച്ചത്. ആളുടെ ഇംഗ്ലീഷൊന്നും എനിക്ക് തിരിഞ്ഞില്ല പറഞ്ഞതൊന്നും. അങ്ങനെ ഒരു വിധത്തിൽ ആളുടെ 2-3 വഴക്കൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു ഫസ്റ്റ് ഷൂട്ട് ചെയ്തു. ഈ ബേർഡ്സ് ഫ്ലൈ ചെയ്തത് ഭയങ്കര രസമായിട്ടോ. അതിൻ്റെ നമ്മളത് ഷൂട്ട് ചെയ്തോന്നും അറിയത്തില്ല, നിങ്ങൾക്ക് ചിലപ്പം കാണാൻ പറ്റും വീഡിയോയിൽ. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പുള്ളിക്കാരൻ ഇരുന്നിട്ട് ബേർഡ്സിനുള്ള ആ ഒരു ഫുഡ് അവരിങ്ങനെ ത്രോ ചെയ്ത് കൊടുക്കും. അത് എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് പിടിക്കാനായിട്ടാണ് ഈ ബേർഡ്സൊക്കെ, സീകളാണ് ഇതിൻ്റെ പേര്, ഈ ബേർഡിൻ്റെ പേര്. ഇതാണ് നമ്മൾ സെക്കൻഡ് എന്ന് പറയുമ്പം നമുക്ക് ഗലാട്ട ടവറിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് കിട്ടും, ആ ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ. ഭയങ്കര തണുപ്പായിരുന്നു. എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിലും ഒത്തിരി അധികമായിരുന്നു. എന്തെങ്കിലുമൊക്കെ സംഭവമെന്ന് വിചാരിച്ചു, അത്രയ്ക്കും തണുപ്പായിരുന്നു. പിന്നെ ഈ ചിരിയൊക്കെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്യുന്നതായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ എന്താ ലൈഫിൽ ഒറ്റ ടൈം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ലോങ് എനിക്ക് എൻ്റെ ഡ്രീം ചെയ്തൊരു കാര്യം ഞാൻ ചെയ്യുവാണെന്ന് ആ ഒരു സന്തോഷത്തിൽ ഞാൻ ചെയ്തതായിരുന്നു. ഭയങ്കര എക്സ്ട്രീം തണുപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ഈ ഫോട്ടോഷൂട്ട് നടക്കുന്ന രാവിലെ പിറ്റേന്ന്, ദാറ്റ് മീൻ അതിൻ്റെ രാത്രി ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും ആ ഫ്ലോറൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. ഇത് കയറിയപ്പോൾ സത്യം പറയാമല്ലോ, ഇത് കയറിയപ്പോൾ ഞാൻ ഭയങ്കര സിനിമാറ്റിക് മോഡായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആക്ച്വലി, സത്യം പറയാം. പിന്നെ ചെറിയ രീതിയിലൊരു ടെൻഷൻ ഇല്ലായിരിക്കില്ല, എനിക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ പൊങ്ങുമ്പോൾ ദൈവമേ ഈ സ്വിങ് വല്ല ഒട്ടിഞ്ഞ് വീഴുവാണെങ്കിൽ തീർന്നല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആളും ഇതിലും നിൽക്കേണ്ട കുറച്ച് പ്രോസസ്സൊക്കെ പറഞ്ഞു. ബാക്കിൽ നിൽക്കുന്ന ആൾ ഈ ഫ്ലൈയിങ് ഡ്രസ്സ് ഇങ്ങനെ ഫ്ലൈ ചെയ്ത് വിടുമ്പോഴാണ് ആ കറക്റ്റ് ടൈമിൽ അവർ ക്യാപ്ചർ ചെയ്യും. ഈ കുറച്ച് വീഡിയോസൊക്കെ ഹസ്ബൻഡ് ബാക്കിൽ നിന്ന് എടുത്തതായിരുന്നു. ഹസ്ബൻഡിന് അഭാഗ്യം വെച്ചാൽ സ്വിങ്ങിൽ കയറാൻ പറ്റിയില്ല. ഒരാൾക്ക് ഒറ്റ ടൈമിൽ ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇത് വേറെ ആൾക്കാരൊക്കെ റെഡിയായിട്ട് നിൽക്കുവാണ്. വേറെ ഇതാ ഇവിടെ ഒരു ചേച്ചി ക്യൂവിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ട് നിൽക്കുവാണ്. Perfect. Yeah, turn it your full body, turn full body, yes. Thank you very much. ഭാഗമായിരുന്നു ഇൻഡോർ ഷൂട്ട്സിൽ. ടർക്കിഷ് ലാംബ് ലൈറ്റ്സ് ആണ്. ടർക്കിഷിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ് ടർക്കിഷ് ലാംബ് ലൈറ്റ്സ് എന്ന് പറയുന്നത്.
ഈ ടർക്കിഷ് ലാംബ് ലൈറ്റ്സിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഫോട്ടോ. എവിടെയും എന്നെ ഹെൽപ്പ് ചെയ്യാൻ 2 ചേച്ചിമാരുണ്ടായിരുന്നു. അവരും ഡ്രസ്സൊക്കെ ഇങ്ങനെ പാവമേക്ക് ചില സമയം അവരെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി ആക്ച്വലി. നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് തരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി അവരെ കണ്ടപ്പോൾ. ബട്ട് ദേ ഹെൽപ്പ് മീ എ ലോട്ട്. മിസ്റ്റർ കെനാൻ എന്നെ മനോഹരമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കും. ഇതൊക്കെ ഞാൻ കയ്യിൽ പോസസ്സാണ് കേട്ടോ, ഇതൊന്നും കെനാൻ പറഞ്ഞിരുന്നതല്ല. എനിക്ക് എൻ്റെ ഫാമിലിയായിട്ടൊരു ഫോട്ടോ എടുത്തു. പക്ഷെ മോള് ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിരുന്നു. കാരണം അവൾ ഭയങ്കര തണുപ്പായിട്ട് അവൾക്കൊട്ടും അവളിട്ടിരിക്കുന്ന ഡ്രസ്സ് വരെ സ്വെറ്റർ ടൈപ്പ് ഡ്രസ്സായിരുന്നു. പക്ഷേ അവൾ ഫസ്റ്റ് ടൈം ഇത്ര മൈനസിലുള്ള ടെമ്പറേച്ചറിലോട്ടൊക്കെ അവളിങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവൾ നിൽക്കുന്നത്. അപ്പോൾ അവൾക്കൊട്ടും പറ്റിയില്ല. അവൾ മാറിയിരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നുമില്ലായിരുന്നു. എൻ്റെ കൂടെ വരുന്നതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ആ ഒരു ഇൻഡോർ ഷൂട്ട്സും അവസാനിപ്പിച്ചു. Belly and I'm gonna lay down and go into video, okay? Like this. Yes. 1. ഹസ്ബൻഡ് എന്തൊക്കെയോ ചോദിക്കുവാണ് നമ്മളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ അവസാനം പറഞ്ഞു ടേൺ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. 1, ഇതാണ് 2, ഇൻഡോർ 3. ഷൂട്ട്സ്. Yes. It's perfect. That's it. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇവാൻ ഒന്നിനും വന്നില്ല. ഇവാൻ അവിടെ തണുപ്പടിച്ചിരിക്കുകയായിരുന്നു. എന്നാ എങ്ങനെയുണ്ടാ? എല്ലാവരും ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് ലൈഫിൽ കിട്ടാത്ത, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മെമ്മറീസാണ് എപ്പോഴും നമുക്ക് ഒരു ലൈഫ് ലോങ് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതിന് ഹൈ ക്വാളിറ്റി ക്യാമറയിലൊക്കെ അവർ എടുക്കണം. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇവാനിന് തണുത്ത് നിൽക്കാൻ വയ്യ. ഇത് അതിൽ നമ്മൾ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആ ഒരു വഴിയോരമാണ് ഫുൾ കടകളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അവളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് കിട്ടേണ്ട വകുപ്പിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് അവരും കാര്യങ്ങളൊക്കെ അവൾ ജസ്റ്റ് കവർ ചെയ്യുവാണ്. ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് വീണ്ടും ഞങ്ങൾ കുറേ ദൂരം നടന്ന് ഞങ്ങൾ വീണ്ടും ട്രാം സ്റ്റേഷനിലെത്തി. ഭയങ്കര തണുപ്പാണ്, അവർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഹസ്ബൻഡ് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് കിട്ടാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറച്ച് മണിക്കൂറോടെ ഞങ്ങൾക്ക് ഇരിക്കണം. ഞങ്ങൾ ട്രാമെത്തി. ഞങ്ങളങ്ങനെ വളരെ ഞങ്ങളങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട് വീണ്ടും സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകളുടെ തിരക്കാണ്, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക എല്ലാവരും. ഇവാനൊരു തണുപ്പൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ റൂം എത്താറായി. ഞങ്ങൾ റൂമിലോട്ട് എത്തി. റൂമിൽ വരുമ്പോൾ ഒരു ആശ്വാസം, കാരണം നല്ല ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൂമൊക്കെ. ഇറ്റ്സ് അമേസിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഫുഡായിരുന്നാലും സ്റ്റാഫ്സ് ആയിരുന്നാലും റൂം സർവീസസ് ആയിരുന്നാലും ഭയങ്കര സൂപ്പർബായിരുന്നു. ഇപ്പോൾ വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയിലേക്ക്. ബൈ.